മീഡിയ വണ്ണിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു ചർച്ച, ഒരു ഫോക്കസ്, ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച. അതിൽ അവർ പറയുന്നുണ്ട് മീഡിയ വണ്ണിനെയാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. സ്വാഭാവികമല്ലേ? 2-3 കാരണങ്ങൾ കൊണ്ട് അതിനെ നിരീക്ഷിക്കും. ഒന്ന് എന്ന് പറയുന്നത്, ആ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടനയാണ്, അവരുടെ ആൾക്കാരാണ്. ജമാഅത്ത് ഇസ്ലാമി ഡയറക്റ്റായിട്ട് ഒരു കേസിലും അങ്ങനെ ബന്ധപ്പെടുന്നില്ല ഇന്ത്യയിൽ. പക്ഷേ പല പല കേസുകളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയെയും മദ്രസകളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന അപൂർവം കേസുകളുണ്ട്. എല്ലായിടത്തും ഇല്ല, അപൂർവം കേസുകളുണ്ട്, വളരെ അപൂർവം കേസ്. അപ്പോൾ അപൂർവം കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നിരീക്ഷണവുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു വലയത്തിലുണ്ട് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് നിരീക്ഷണ വലയത്തിൽ വരണം എന്ന് നിർബന്ധമില്ല. കാരണം ക്രിസ്ത്യാനികളും ഇവിടെ നടത്തുന്നുണ്ട്. ബൈബിളിൻ്റെ TV ഉണ്ട്, പിന്നെ ക്രിസ്ത്യാനികളുടെ മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരുപാട് TV ഉണ്ട്, ചാനലുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിരീക്ഷണിക്കുന്നില്ല. അല്ലാതെ ഹിന്ദുക്കൾ നടത്താത്ത ചാനലുകളെല്ലാം നിരീക്ഷിക്കുക. ബാക്കി മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ജനൻ TV ഒഴിച്ച് ബാക്കിയെല്ലാം ഏറ്റവും കൂടുതൽ BJP RSSനെയൊക്കെ വിമർശിക്കുന്ന ചാനലുകളാണല്ലോ. പലത് റിപ്പോർട്ടർ ചാനലൊക്കെ നന്നായി വിമർശിക്കുന്ന ചാനലാണ്. അതുകൊണ്ട് അവരെയൊക്കെ നിരീക്ഷണത്തിൽ വയ്ക്കുകയല്ല. അപ്പോൾ രാഷ്ട്രീയമായൊരു നിരീക്ഷണമല്ല. എന്തെങ്കിലുമൊക്കെ തെളിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകളോ കിട്ടാതെ ഒരു ഏജൻസി അങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പൊളിറ്റിക്കലായിട്ട് അങ്ങനെ കുറവാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മീഡിയ വൺ ചാനൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു നെഗറ്റീവ് കിട്ടുന്ന, അതായത് ഭരണകൂടം എല്ലാം തെറ്റാണ്, കോടതി തെറ്റാണ്, ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണ്, ഈ രാജ്യമേ തെറ്റാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമേ തെറ്റാണ്, BJP ഭരിക്കുന്നത് ഇലക്ഷനിലൂടെയാണ് വന്നത്, 3ാമത്തെ ടേം നരേന്ദ്രമോദി വന്നിരിക്കുന്നത് ഇലക്ഷനിലൂടെയാണ്. അപ്പോൾ ഇലക്ഷന് ബഹുമാനമില്ല, നരേന്ദ്രമോദിയെ ബഹുമാനിക്കേണ്ട, പക്ഷേ ഇലക്ഷനെ ബഹുമാനിക്കണ്ടേ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണെന്ന് പറഞ്ഞ് വലിയ ബഹളം കാണിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പക്ഷേ കർണാടകത്തിൽ വന്നു, ആന്ധ്രാപ്രദേശിൽ വന്നു, അതുപോലെ തന്നെ മറ്റ് രാജസ്ഥാൻ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും, ഹിമാചൽ പ്രദേശ്, അങ്ങനെ പല പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വരുമ്പോൾ പ്രശ്നമില്ല. കോൺഗ്രസ് വന്നില്ലെങ്കിൽ EVMൽ പ്രശ്നമാണ്.